മുഖക്കുരു മാറാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മുഖത്ത് എന്തൊക്കെ തേക്കാൻ പറ്റും? എന്തൊക്കെ ക്രീമുണ്ട്? എന്തൊക്കെ സിറംസ് ഉണ്ട്? ഇതൊക്കെ നമ്മൾ നോക്കും. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. പക്ഷേ ആക്ച്വലി ഇതെങ്ങനെയാ വരുന്നത്? നമ്മുടെ ഡയറ്റ് കറക്റ്റ് അല്ലാത്തോണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തണം. അതല്ലാതെ നമ്മൾ പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പം നമ്മുടെ റൂട്ട് കോസ് അനാലിസിസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒന്നും മര്യാദയ്ക്ക് എലിമിനേറ്റ് ചെയ്ത് പോകാത്ത അവസ്ഥ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഫുള്ളായിട്ട് നമ്മുടെ മോഷൻ പോയി, അല്ലെ നിങ്ങൾ പകുതിയെ പോകുന്നുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ ടോക്സിസിറ്റി കാരണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ്, നമ്മുടെ വേസ്റ്റ് ഒന്നും എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മോഷൻ ഡെയിലി പോകാൻ ശ്രദ്ധിക്കുക. അടുത്തത് സ്മോക്കിംഗ് ചെയ്യുന്നവർ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരൊക്കെ അതൊന്ന് നന്നായിട്ട് കുറയ്ക്കണം. എങ്കിലേ അതിന്റെ പിമ്പിൾസ് മാറുള്ളൂ. അടുത്തതായിട്ട് ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ബേക്കറി ഐറ്റംസ്, ഹൈലി പ്രോസസ്ഡ് ഫുഡ്, എണ്ണ വറുത്ത പലഹാരങ്ങൾ, ചിപ്സ് ഐറ്റംസ്, ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. പിന്നെ നമ്മുടെ ഡയറ്റിൽ കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ സിമ്പിൾ കാർബ് നമ്മുടെ ഡയറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഔട്ട്സ് വരും. അപ്പോൾ ഷുഗറിന്റെ ഇൻടേക്ക് നന്നായിട്ട് കുറയ്ക്കുക ഡയറ്റിൽ. അതുപോലെ സ്നാക്ക് ചെയ്യുന്ന സമയത്തും ഹെൽത്തി സ്നാക്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഹൈ ഇൻസുലിൻ ലെവൽ ഉള്ളത് നമ്മുടെ PCOD അല്ലെ ഹോർമോണൽ ഇംബാലൻസിന് കാരണമാക്കും. അപ്പോൾ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകാതെ അതൊരു മോഡറേറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രീതിയിൽ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇൻസുലിൻ സ്പൈക്ക് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പീരിയഡ്സിന്റെ സമയത്തൊക്കെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ബ്രേക്ക്ഔട്ട്സ് വരാറുണ്ട്. നമ്മുടെ ഒരു പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേക്ക് അതൊക്കെ എല്ലാവർക്കും നോർമൽ ആണ്. പക്ഷെ ഈ ഹോർമോണൽ ഇംബാലൻസ്, ഈ ഷുഗർ ക്രേവിങ്സ് വരുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ബ്രേക്ക്ഔട്ട്സ് കൂടും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ക്ലെൻസിങ് ഡയറ്റുകൾ എടുക്കാം. നമ്മുടെ ഡീറ്റോക്സ് ഡയറ്റ്, അതായത് നമ്മുടെ ബോഡിക്ക് ഓട്ടോമാറ്റിക്കലി ക്ലെൻസ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി സ്പെഷ്യൽ ഫുഡ് കഴിച്ചില്ലെങ്കിലും അതിനൊരു കഴിവുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ബോഡിക്ക് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവർലോഡ് കൊടുക്കാതിരിക്കുക. അതായത് കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന ആള്, കൂടുതൽ ആൽക്കഹോൾ കഴിക്കുന്ന ആള്, അല്ലെങ്കിൽ കൂടുതൽ പ്രോസസ്ഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് നന്നായിട്ട് കുറയ്ക്കുക. പിന്നെ നമ്മുടെ ബോഡിക്ക് ഓട്ടോമാറ്റിക്കലി ക്ലെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മൾ ഈ ബോഡി ക്ലെൻസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത് ബോഡിക്ക് ഓവർലോഡ് വരുമ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് പ്രോപ്പർ ക്ലെൻസിങ് നടക്കില്ല. അപ്പൊ എന്താ ചെയ്യുക? ഫൈബർ ഇൻടേക്ക് കൂട്ടുക. ചിയ സീഡ്, പൾസസ്, കുക്ക്ഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ റിഫൈൻഡ് ഓയിൽ, റിഫൈൻഡ് ഫ്ലോർ, പ്രോസസ്ഡ് ഫുഡൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരു ഡീറ്റോക്സ് ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റൊക്കെ നിങ്ങൾ ഇടയ്ക്ക് എടുക്കുന്നത് ഈ ബോഡീനെ ക്ലെൻസ് ചെയ്യാൻ, ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കും. പിന്നെ ഷുഗർ ഐറ്റംസ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്നാക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്വീറ്റ് ഐറ്റംസ് സ്നാക്ക് ചെയ്യുന്ന അതൊക്കെ നന്നായിട്ട് നിർത്തുക. അതൊക്കെ നിങ്ങളുടെ ബ്രേക്ക്ഔട്ട്സ് കൂട്ടും. പിന്നെ നമ്മുടെ ഹൈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ PCOD ഉള്ള ആൾക്കാർക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതിന്റെ ഒക്കെ ഒരു റൂട്ട് കോസ് ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുന്നത്. അത് ഈ ഷുഗർ സ്പൈക്ക് കുറയ്ക്കാൻ, അല്ലെ നമുക്ക് ഷുഗർ ഒരു എന്താ പറയാ, ആ ഷുഗർ സ്പൈക്ക് പകരം ഒരു നോർമൽ രീതിയിൽ ആ ഗ്ലൂക്കോസ് ലെവൽ സ്പൈക്ക് ആകാതിരിക്കാൻ നോർമൽ രീതിയിൽ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു പോവുക. പെട്ടെന്ന് ഇപ്പൊ ഭയങ്കര സ്വീറ്റ് ഉള്ള ഒരു സിമ്പിൾ കാർബ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ഷുഗർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സ്പൈക്ക് ഉണ്ടാവും. പിന്നെ തിരിച്ചത് താഴത്തോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ കഴിക്കുക. അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, ഫ്രീ റാഡിക്കൽസിനെയൊക്കെ സ്കാവൻ ചെയ്യും. ഗ്രീൻ ടീ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ സിങ്ക്, കോപ്പർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ കാഷ്യൂസ്, റോസ്റ്റഡ് പംകിൻ സീഡ്സ്, ഓൾ ഗ്രെയിൻസ് ഒക്കെ സിങ്ക് കിട്ടാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ളത് ചെറുമീനുകള്, അല്ലെങ്കിൽ സീഡുകള്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് ഒക്കെ ഒമേഗ 3 കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പ്രോബയോട്ടിക് ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറി ആയിട്ട് വരുന്ന തൈര്, യോഗട്ട്, കെഫീർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇഡ്ഡലി, ദോശ, സോർക്രോട്ട്, കിംചി, അതൊക്കെ പ്രോബയോട്ടിക് ഫുഡാണ്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ എപ്പോഴും കുറെ ഷുഗർ അവോയ്ഡ് ചെയ്യണം, പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നൊപ്പം പൊതുവിനെ ആരും പറയാത്ത ഒരു സാധനമാണ് ഡയറി പ്രോഡക്ട്സ്. നമ്മൾ വിചാരിക്കുന്ന ഇമ്പാക്റ്റ് അല്ല ഇത്. ഷുഗർ പോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് എപ്പോഴും ആൾക്കാർക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകും. നമ്മൾ ഷുഗർ കട്ട് ചെയ്താലും ചിലപ്പോൾ നമുക്ക് പിമ്പിൾസ് വരുന്നതിന്റെ ഒരു മെയിൻ റീസൺ നമ്മുടെ ഡയറി പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഫെർമെന്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ബട്ടർ, അല്ലെ യോഗട്ട്,
അല്ലെ പനീർ അതിൽ നിന്ന് അത്ര പ്രശ്നമില്ല. പക്ഷെ ഡയറി പാലും പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ പാല്, ഷെയ്ക്ക് അങ്ങനത്തെ സാധനങ്ങൾ ചായ ഒഴിവാക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ ആ പാല് അല്ലെ പാലിന്റെ ഷെയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്ത് അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരാഴ്ച നോക്കിക്കുക. എന്നിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പാല് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽഷ്യം കിട്ടുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാൽഷ്യം റിച്ച് ഫുഡൊക്കെ എന്തൊക്കെയാ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എള്ള്, ചെറിയ മീനുകൾ അതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇലക്കറികളൊക്കെ